ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. സമയം ഇപ്പോൾ 6 മണി. വേണ്ടേ അവിടെ ഉറങ്ങുക. തലവേദനയാണ് എന്നുറങ്ങിക്കോട്ടെ. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഇന്ന് രാവിലെ ജിമ്മിൽ പോകുന്നില്ല, ഞാൻ ഇന്ന് വൈകിട്ടേ പോകുന്നുള്ളൂ. അച്ഛനും അമ്മയൊക്കെ മൂകാംബികെ പോയേക്കുവാണ്. കുടജാദ്രിയൊക്കെ പോയിട്ടൊക്കെ വരത്തുള്ളൂ. അപ്പം ഫുള്ള് നമ്മുടെ കയ്യിലാണ്. പാചകമായാലും എല്ലാ കലാപരിപാടികളും നമ്മുടെ കയ്യിലായിരിക്കും. ഞാനുണ്ട്, മീനുണ്ട്, പിന്നെ പെങ്ങളൊട്ടിയുണ്ട്, പിന്നെ അമ്മൂമ്മയുണ്ട്, പിന്നെ നമ്മുടെ ജീവജാലങ്ങളെല്ലാം ഉണ്ട്. ചെറിയൊരു പനിക്കോളും ഉണ്ട്. അതങ്ങ് മാറും. ഒന്ന് എഴുന്നേറ്റൊന്ന് വിയർക്കുമ്പോഴത്തേക്ക് റെഡിയാവും. അപ്പോൾ ഗായ്സ്, നമുക്ക് നേരെ താഴോട്ട് പോകാം. ഒരു ചായയും കുടിച്ചിട്ട് പരിപാടി തുടങ്ങാം. രാവിലെ ഈ വീട്ടിൽ ആരും എഴുന്നേറ്റില്ലേലും ഞങ്ങളുടെ അമ്മൂമ്മ കറക്റ്റ് ഞാൻ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് അമ്മൂമ്മ എണീക്കും കേട്ടോ. അമ്മൂമ്മ മേളിലാണ് കിടന്നുറങ്ങുന്നത്. ഇറങ്ങി തരുന്നേ ഉള്ളൂ. ഇനി ഞാൻ കുടുംബ വീട്ടിലോട്ട് പോകും. അപ്പോഴത്തേക്ക് നമുക്കൊരു ചായ ഇടാം. ഈ ചായയും പരിപാടിയൊക്കെ നമ്മൾ ഇട്ടു. ഇനി അമ്മൂമ്മയ്ക്ക് പഞ്ചാര വേണ്ട, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. അവരവർ വന്ന് കുടിക്കട്ടെ, നമുക്ക് നമ്മുടെ പണി നോക്കി പോവാം. അപ്പോൾ എന്തായാലും ചായ നമ്മൾ നല്ല വൃത്തിയായിട്ട് ആക്കണം. അങ്ങനെ ചൂട് പോകാനല്ല, അതൊന്ന് കൊഴുത്ത് വേണം, ഇങ്ങനെ പറഞ്ഞങ്ങോട്ട് കയറണം, എന്നാലൊരു ടേസ്റ്റ് ഉണ്ടാവും. യെസ് ഗൈസ്, അപ്പം രാവിലെ ഒരു ചായ നമുക്ക് തുടങ്ങാം. രാവിലെ ഞങ്ങളുടെ വീടിൻ്റെ മുൻവശം കാണാൻ നല്ല രസം കേട്ടോ. കാരണം ചെറിയൊരു കോടലുണ്ട്, കോടൽ മഞ്ഞ്, വല്ലാണ്ടൊന്നുമില്ല, ചെറിയ രീതിയിൽ. പിന്നെ എന്ത് ചെയ്യും, നമ്മുടെ പിള്ളേരെല്ലാം കൂടെ വന്നിരിക്കുന്നത് എന്താണെന്നറിയാം. അവർക്കെല്ലാം വിശക്കുന്നതായിരിക്കും. ഫുഡിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെയുള്ള കുറേ ടീമുകളും നമ്മൾ നോക്കിയിരിപ്പുണ്ട്. ഇതൊക്കെയാണ് രാവിലെയുള്ള നമ്മുടെ വൈബ് കേട്ടോ. ഇതേ അമ്മൂമ്മ അതുകൊണ്ടേ പെട്ടിയൊക്കെ എടുത്തുകൊണ്ട് ഇവിടെ അങ്ങോട്ട് പോവാണ്. അമ്മ ചായയൊക്കെ ആയിട്ട് പോവാണ്. അമ്മൂമ്മ കുടുംബത്ത് വരുന്ന ചായയൊക്കെ കുടിക്കത്തുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അമ്മൂമ്മ അങ്ങോട്ട് പോട്ടെ. നമുക്ക് ചായയും കുടിച്ചിട്ട് ഫസ്റ്റ് നമുക്ക് കോഴിയൊക്കെ തുറന്നിട്ടിട്ട് വേണം കാള അരിച്ച് വയലിക്കട്ടെ. അതായത് നമ്മുടെ രാജ്യം കാണിക്കാം. അപ്പോൾ ഗായ്സ്, നമ്മുടെ പ്രോഗ്രാമിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. വേറെ ഒന്നുമില്ല, ഞാൻ ഒരു കാര്യം വിട്ടുപോയി. രാവിലെ ഫസ്റ്റ് നമ്മൾ നമ്മുടെ റോക്കി ആയിട്ടാണ് നടക്കാൻ പോകുന്നത്. അപ്പം അതങ്ങ് വിട്ടുപോയി. ഞാൻ നേരെ നമ്മുടെ രാജയിലോട്ട് വന്നു. റോക്കിയെ രാവിലെ ഒന്ന് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അവൻ കൂട് മൊത്തവും അലമ്പാക്കും. അത് പിന്നെ ഓർത്തത്, റോക്കി തയ്യാറാണ്, നമ്മളും തയ്യാറാണ്. റോക്കി എവിടെ പോയി? ഹേയ് റോക്കി. കാരണം അവൻ്റെ പ്രഭാത കൃത്യങ്ങൾക്ക് നമ്മൾ അവനെ ഇറക്കിയില്ലെന്നുണ്ടെങ്കിൽ കൂടും പിന്നെ എനിക്ക് കഴിവേണ്ടി വരും. ഇത് നമ്മൾ കൂടും വൃത്തിയായിരിക്കും, സ്മെല്ലും കുറയും. പുള്ളിക്കാരൻ്റെ പ്രഭാത കൃത്യങ്ങൾക്കുള്ള യാത്രയിലാണ് നമ്മൾ കേട്ടോ. വാ 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 അങ്ങോട്ട് പോകണോ? അങ്ങോട്ട് പോകണം, നമുക്ക് ഇങ്ങോട്ട് പോകാം. ഹൈ, രാവിലെ എന്നെ രസമാണ് നോക്കിയത് നമ്മുടെ വീടൊക്കെ കാണാൻ. ഞാൻ പറഞ്ഞു ചെറിയൊരു മഞ്ഞൊക്കെ വരുന്നുണ്ട്. വേറെതും കൊണ്ടല്ലേ ഈ രാവിലെ എണീക്കുന്നത്, കാരണം ഒടുക്കത്തെ വെയിലാണ്. ഈ വെയിലിന് മുമ്പ് നമ്മൾ ജോലി ഒതുക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ വെയിലത്ത് കിടന്ന് ഓടേണ്ടി വരത്തില്ല. അതാകുമ്പോൾ ഒരു 9 മണിക്കുമ്പോൾ ജോലി ഒതുക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീഡിയോ എടുപ്പും കറങ്ങാൻ പോക്കും ഒക്കെ ആയിട്ട് സുഖമായിട്ടിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ വെയിലത്ത് കിടന്ന് നമ്മുടെ ഊപ്പാടും ചാപ്പാടും വരും. ബാടേ 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 പടേ പടേ പടേ. ഭയങ്കര ഹാപ്പി ആട്ടോ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്. ദീപം അപ്പോൾ സൂര്യ ഉദിച്ച് വരുമ്പോൾ ഉള്ളായിരുന്നു അത്. ഇല്ല, ആൾ പൊങ്ങിയില്ല, അവിടെ വന്ന് വരുന്നേ ഉള്ളു. ഹേ റോക്കി, ചിച്ചി മുള്ളുവാനോ? പോടാ 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 പോടാ. ഓല്ല, അവങ്ങോട്ട് തരുന്നത് അവനെ രാത്രി എടുത്തോളൂ കേട്ടോ. പോട്ടെ 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 പോട്ടെ. എന്തുവാ ഇത്? അപ്പോൾ ഞാൻ ഇവനെയൊക്കെ ഒന്ന് കറക്കി കുറച്ച് കഴിഞ്ഞ് വീട്ടിൽ പോകും. വാ പണേ വാ. ഓക്കെ, അവിടെ എന്തുവാ സ്മെല്ല്? വരുന്നില്ലയോ? ഡാ ഡാ എന്തോ സ്മെല്ല് പിടിക്കുക കേട്ടോ. എന്തോ സ്മെല്ല് പിടിക്കുകയാണ്. വാ വാ വാ. ഞാൻ നടന്ന് ഉടമ്പര ഒന്നുമില്ല, എന്നിട്ട് വേറെ ഒന്നുമില്ലല്ലേ. വാറോക്കെ ഓടിയാ വാ. അനുസരണയില്ലാത്ത ചെറുക്കനാണോ വന്നു നമ്മൾ ഷാഡോയെ പോലെ അല്ലേ. അപ്പം ശരി, ഞാൻ ഇനിയിപ്പം അടുത്ത പരിപാടി തുടങ്ങട്ടെ. അങ്ങനെ എന്തായാലും അവൻ്റെ പരിപാടി തീർന്നു. നേരെ അവനെ കൂട്ടിക്കയറ്റാം. വലിയ പാടാണ് കൂട്ടിക്കയറുന്ന കാര്യം മാത്രം അത്ര ഇഷ്ടമല്ല കേട്ടോ. പക്ഷെ നമ്മൾ കൂട്ടിലോട്ട് പോകണം. നമ്മൾ കൂട്ടിലോട്ട് പോയിട്ട് പുള്ളിക്കാരനെ വിളിച്ചെങ്കിൽ മാത്രമേ പുള്ളിക്കാരൻ കൂട്ടിക്കയറത്തുള്ളൂ. എന്താ അല്ലേ? ഡാ പാടേ, എന്താ വിളിച്ചാരാത്തെ? കറ കുടി കയറ പോടാ, കുടി കയറ. കൂടെ കുടി കയറി മതി. ഒത്തിരി കിടന്ന് ഓടി. ഗുഡ് ബോയ്. എന്നെ പറഞ്ഞാൽ കേട്ടാ നിനക്ക് എന്നും ഞാൻ തന്നെ ഇവിടെ. മോൻ്റെ ഡ്യൂട്ടി രാത്രിയിലാണ്. നിന്നെ ഇപ്പം തുറന്ന് വിട്ട് കഴിഞ്ഞാൽ ഉള്ള വണ്ടിക്കാരന്മാരെ മൊത്തം ഓടിക്കും. രാത്രി ഓക്കെ. ഇനി നമുക്ക് നേരെ കാലെടുത്തോട്ട് പോവാം. ഇവിടെ എണീക്കുന്നേ ഉള്ളൂ കേട്ടോ. നമ്മളെ കണ്ടപ്പോഴാണ് എണീക്കുന്നത്. കണ്ടോ? എന്നിട്ട് ഞെരിവിരിയൊക്കെ ഉള്ളതാണ്. പുള്ളിക്കാരൻ ഇപ്പോൾ ഇച്ചിരി സൂക്കേടുണ്ട്, വരാൻ വലിയ പാടാണ്.
അതുകൊണ്ട് കയറെടുത്ത് സ്നേഹത്തോടെ മൂക്കറിയിട്ട് വേണം കൊണ്ടുപോകാൻ. കാണിച്ചു തരാം. ഗുഡ് മോർണിംഗ്. എന്താണ് മഴ പെയ്തോടാ? ഇന്നലെ നല്ല മഴയൊക്കെ പെയ്തോടാ. ചെറുക്കി ഇങ്ങോട്ട് നോക്കടാ. നല്ല മഴ പെയ്തു. ഓ എൻ്റെ ഹൈറ്റ് ഉണ്ടല്ലേ എടാ കുത്തം കേട്ടവനെ. മണ്ണിലെല്ലാം കണ്ട് ഇടിച്ച് എത്ര കുളിപ്പിച്ചിട്ടും കാര്യമില്ല. അഴുകി കിടന്നങ്ങ് മറിയേക്കാം. എന്നാൽ ചോദിക്കും ഇവനെ എരുത്തിൽ ഇട്ടൂടെയെന്ന്. എരുത്തിൻ്റെ കോലം കണ്ടാലേ ഞെട്ടിപ്പോവും. മൊത്തം ഇടിച്ച് നശിപ്പിച്ച് അങ്ങനെ അലമ്പന. ഞാൻ ഇവനെ എങ്ങനെയും ആ മൂക്കറിലോട്ടൊക്കെ കെട്ടി അങ്ങ് വയലിറക്കട്ടെ. വരാൻ വലിയ പടം. അതുകൊണ്ട് കയറിൻ്റെ തുമ്പ് വെച്ച് നമ്മളാണിങ്ങനെ മൂക്കറൊരു ഒരെണ്ണം ഇട്ട് എന്നിട്ട് വയലിൽ ചെന്നിട്ടങ്ങ് മാറ്റും. അത് കുഞ്ഞുങ്ങളെ പോലെ കണ്ട പിടിക്കുന്ന എടുത്ത് വരും അവൻ. അല്ലാതെ വരത്തില്ല. അല്ലാതെ ഇവിടെ എല്ലാം കിടന്ന് കാണും. ഇവിടെ എല്ലാം ഇവ നശിപ്പിച്ചതാണ്ടോ. ഇത് ഫുള്ള് ഇവൻ നശിപ്പിച്ചാണ്. മൊത്തവും കുത്തിമറിയേക്കാം. കാരണം ഇയാൾക്ക് പോകുന്ന വഴി മൊത്തവും കിടന്ന് അലമ്പ് പണി വഴി. ഇതാ വേണ്ടേ കൂടിഞ്ഞ് വന്നോളൂ. എന്തോ അഞ്ച് വഴി വേദനയൊന്നും ഇല്ല. ഇഞ്ഞ് വരുന്നുണ്ട് ഇങ്ങനെ വരും. വാ വാ വാ. ഇവിടെ കിടന്ന് മറിയേണ്ട സ്ഥലങ്ങളാട്ടോ. പാടവിടെ പാടവിടെ ഒരാ വലിയ പാടാ കുരുത്തക്കേടാ. ഞാൻ ഇവനെ എങ്ങനെയെങ്കിലും വയലിൽ എത്തിക്കട്ടെ. രാജയെ ഇറക്കുന്നത് ഉമാർക്ക് ഇഷ്ടമല്ല കേട്ടോ. അതിന് ഉമാരാണ് കുരയ്ക്കുന്നത്. രാജാണ്ട് നല്ല കുട്ടിയെ പൂവ് എൻ്റെ പറയുന്നുണ്ട്. അതാണ് രാജയ്ക്കും അമാരെ ഇഷ്ടമല്ല. അമാരെ കിട്ടിക്കഴിഞ്ഞാൽ രാജ ഓടിക്കും. പാതീഷ അമാർക്കുണ്ട്. അത് വെള്ളം വെക്കുന്നുണ്ടോ നോക്കി. രാജ അവരെ വിട്. നീൻ്റെ ഇങ്ങനെ പേടിക്കുന്നേ. അമാർ നമ്മുടെ ചെറുക്കന്മാരല്ലയോ, നമ്മുടെ പിള്ളേരല്ലൂടെ. ടെൻഷൻ അടിക്കാതെ. ബാ മോൻ മോൻ വാ 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 വാ. ഈ രാവിലെ വഴി ഇറങ്ങുന്ന ഒരു പ്രത്യേക ഫീലാട്ടോ. വേറെ ഒന്നുമില്ല, ഭയങ്കര തണുപ്പാണ് ഉള്ളതിന്. അത് ആദ്യത്തെ ഒരു കാല് വെക്കുന്ന ഇതൊക്കെ അനുഭവിക്കുന്ന ഇതെല്ലാം ഇവൻ മറിച്ചിട്ടേ. ഇനിയിപ്പോൾ ഇവിടെ കിടന്ന് മറിയണ്ടയാണ്. മൂക്ക് ഇറങ്ങി കിടക്കുന്നതുകൊണ്ട് വലിയ മറിയൊക്കെ ഒന്നും കാണത്തില്ല കേട്ടോ. രാവിലെ വയലിൽ ഇറങ്ങി ആരെങ്കിലും ഒക്കെ ഉണ്ടോ? അത് പ്രത്യേക ഫീൽ. അതാ കണ്ടോ ഇവൻ മറിയുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ ഉണ്ടോ. വന്നപ്പോൾ അവന് മറിഞ്ഞോളാൻ വയ്യ കേട്ടോ. പക്ഷേ ഈ മൂക്കിൽ കിടക്കുന്നതുകൊണ്ട് ആശാനെ മറിയാൻ വയ്യ. അതിങ്ങനെ ചൊറിഞ്ഞ് 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 ഇവിടെ എല്ലാം കുത്തി മറിയും. പക്ഷെ വേറെ നല്ല പിന്നെ ഇപ്പോഴെങ്ങും വരത്തില്ല. അതുകൊണ്ട് അവനെ അങ്ങ് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ കിടന്ന് മറിയോ. വാ 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 കുഴപ്പമില്ല, വന്നാൽ മതി. വാ 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 വാ. വരത്തില്ല രാജേ. വരുന്ന ഇങ്ങോട്ട് മൂക്കേറിയിട്ടിട്ട് ഇങ്ങനെ. അല്ലാതെ വിളിച്ചാൽ ഒട്ടും വരത്തില്ല അവൻ. പിന്നെ 2 ഇടയും കൂടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് വെയിറ്റ്. അങ്ങനെ വിശാലമായ ഈ ഭൂമിയിൽ അവനെ കെട്ടിക്കഴിഞ്ഞു. അവൻ ഇവിടെ നിന്ന് കഴിക്കാം. വെയിലാകുമ്പോൾ അതുകൊണ്ടില്ല കാണുന്ന പാത്തിയുണ്ടോ അവിടെ പോയി കിടക്കാം. കാരണം അത്രമാത്രം നീളമുള്ള കയറാണ്. അതുപോലെ അങ്ങ് കെട്ടിയേക്കുന്നത് അത്രമാത്രം നീളമുള്ള കയറാണ്. അവിടെ വരെ അവനെത്തും. അപ്പം അവൻ്റേതായ ലോകത്ത് നമുക്ക് അവനെ വിട്ടിട്ട് പോവാം. ഇനി വൈകിട്ടേ അവനെ കാണത്തുള്ളൂ. ഒരു 5 മണിയാകുമ്പോഴത്തേക്ക് നമ്മളിവനെ അഴിക്കും. ഇവനെ അഴിക്കുന്നത് ഉൾപ്പെടെയുള്ള വീഡിയോ ആയിരിക്കും ഇന്നത്തെ. അതുകൊണ്ട് ലാസ്റ്റ് നമ്മുടെ ഇന്നത്തെ ദിവസം ഫുള്ളാണ് ഇന്നത്തെ വീഡിയോ. അതുകൊണ്ട് നമ്മുടെ ഈ ഒരു പരിപാടി എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തണം. ഞങ്ങളുടെ ഒരു ദിവസത്തെ പരിപാടി എങ്ങനെയാണ് തുടങ്ങുന്നത്, എങ്ങനെയാണ് അവസാനിക്കുന്നതെന്നും നിങ്ങൾ കാണണം. അല്ല രാജ വല്ലതും പറയണ്ടോ? ഒരു മൂട്. അപ്പം ആ ഒരു പരിപാടി കഴിഞ്ഞു. രാജ ഇനി ഹാപ്പി ആയിട്ട് അവിടെ നിന്ന് ഫുഡൊക്കെ അടിക്കട്ടെ. നമുക്കിനിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ നേരെ കോഴിക്കൂട്ടിലോട്ട് പോകണം. അതിന് മുമ്പ് സൊസൈറ്റിയിലൊന്ന് പോകണം. സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അവിടെ പാല് തീർന്നതാണ്. പക്ഷേ അവിടെ ഒരു കടയുണ്ട്, അവരത് മേടിച്ചു. നമ്മൾ പറഞ്ഞേക്കുന്നതാണ്. അവിടെ പോയി എനിക്ക് പാല് മേടിക്കാനുണ്ട്. മൊബൈലിൽ ചാർജ് കുറവുണ്ട്. അപ്പോഴത്തേക്കൊന്ന് ഞാൻ പാലൊക്കെ മേടിച്ചിട്ട് വരുമ്പോഴത്തേക്ക് മൊബൈലിൽ ചാർജൊക്കെ ആവുമായിരിക്കും. ഓക്കെ. അപ്പം പോകുന്നതിന് മുമ്പ് എനിക്ക് കോഴിയെ തുറന്നിടാൻ പറ്റത്തില്ല. കാരണം പിള്ളേരൊന്നും എണീറ്റിട്ടില്ല. പട്ടിയിൽ അങ്ങനെ വന്ന് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റത്തില്ല. ഇവിടെ ആൾക്കാരുള്ളപ്പോൾ മാത്രമേ നമ്മൾ തുറന്നു കൊടുത്തോളൂ. അപ്പം അങ്ങനെയുള്ള കലാപരിപാടി തുടങ്ങാം. ഇനി ജോലി അടക്കമാണ്. അപ്പം ഞാൻ പോയി പാലും നമ്മുടെ കോഴിയുടെ തീറ്റയൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. അപ്പം എന്താ രാവിലെ തന്നെ ഒരു അടിപൊളി മഴയാണ് കേട്ടോ. കണ്ടോ? പക്ഷെ മേഘങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിലും നല്ല രീതിയിലൊരു മഴച്ചാറ്റിലുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ കാറിനകത്തൊക്കെയാണ് ഇങ്ങനെ വെള്ളം വീണുകൊണ്ടിരിക്കും കേട്ടോ. കണ്ടോ? മഴ 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 പെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി മഴ കണ്ടോ. അങ്ങനെ വലിയ മഴയൊന്നുമല്ല, ഒരു ചെറിയ മഴ. കൂടെ നമ്മുടെ ഇവിടെ രാവിലെ കഴിക്കാനായിട്ട് മീനും നല്ല ദോശയോ ഇവിടൊക്കെ അറിയത്തില്ലല്ലേ. ഷീറ്റ് ഈ കൊച്ചെന്താ കാണിക്കുന്നത്? ഇങ്ങനെയാണ് നടക്കുന്നത്. അങ്ങനെ ഇതൊക്കെ വന്ന നോക്കിക്കോണേ. എന്തോ ഞാനിത് ഡെയിൻ മൈ ലൈഫ് ആയി. ദോശ വന്നു പെട്ടെന്ന് എടുക്കുന്നു. ഓക്കെ, നോ കട്ട്. അപ്പോഴേ നീ ഇവിടെ നിന്ന് അപ്പം ചുട്ടോ. അപ്പം മുട്ടക്കറിയൊക്കെ ഉള്ള മുട്ടയെ മറക്കോട്ടരാം. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നമ്മുടെ പിള്ളേരെയൊക്കെ ഒന്ന് തുറന്നു വിടാം. ഓക്കെ. ഹായ്, ഗുഡ് മോർണിംഗ്. മുട്ടയൊക്കെ ഇട്ട് തീർന്നു. മുട്ട വറക്കണം. നല്ല വെയിലായിട്ടുണ്ട്. ഭയങ്കര ബഹളമാണ്. ഇനി നമുക്ക് മയിലാട്ടം കാണാം. മയിലാട്ടം സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഇറങ്ങിക്കോ എല്ലാവരും ഇറങ്ങിക്കോ.
പോട്ടെ 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 ഓടോടോടോട് എല്ലാവരും ഓട്. ഒരുത്തി ഇതിനകത്ത് കയറിയിരിക്കും കേട്ടോ. എല്ലാവരും വെള്ളമൊക്കെ തീർന്നോ? എല്ലാവർക്കും വെള്ളം തരാവേ. തുറക്കട്ടെ. ആ ഹലോ പൊടി 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 ഇനി പൊടി പൊടി ഓറി 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 ഓറി. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വളർന്നു കേട്ടോ. കണ്ടോ? ഓക്കെ, അവരെല്ലാം തുറന്നു വിട്ടു. ഇനി നമുക്ക് ഇവർക്കെല്ലാം വെള്ളം കൊടുക്കണം. ഞാൻ ഇച്ചിരി പണിയുണ്ട്. സോ ഞാൻ പോയി അവരെയൊക്കെ തുറന്നു വിട്ടിട്ട് ഇവർക്കെല്ലാം തീറ്റയും വെള്ളം കൊടുക്കാനുള്ള പ്ലാൻ നോക്കാം. ഇനി ഇവരുടെ ഗുണമെന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ തുറന്നു വിടുമ്പം ഇവർ ഇഷ്ടം പോലെ പുല്ല് കഴിക്കും കേട്ടോ. അയ്യത്തുള്ള പോച്ചയും അതും ഇതും എല്ലാം ഇവരങ്ങ് കഴിച്ചോളും. കണ്ട ഓക്കെ, എല്ലാം കൊത്തിപ്പറ തിന്നും. എന്തുവാടാ 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 കരിമ്പഞ്ഞു വാടാ. എടാ ഇനി ഭാരത്തിരുക്ക. കണ്ടോ മയിലാട്ടം കണ്ടോ? ഇതാണ് മയിലാട്ടം. നോക്കി, ഇനി അടുത്തൊരു ടീമിനെ തുറന്നു വിടാണ്ട് കാണിച്ചു തരാം. ബഹളം വേണ്ട ബഹളം വേണ്ട ബഹളം വേണ്ട ബഹളം വേണ്ട. ആ പൊക്കോ പൊക്കോ പൊക്കോ. നല്ലൊരു മഴയൊക്കെ പെയ്തായിരുന്നു. ഇറങ്ങുന്നില്ലയോടെ ഇവിടെ പാടാ. എൻ്റെ ഇടയ്ക്ക് ഇവിടെ മയിലാട്ടം നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോഴേ ഞാൻ ഇവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ നോക്കട്ടെ. നാത്തൂനും ടീമുകളും കൂടെ ഇവിടെ അതിവാശിയേറിയ അപ്പം ചൂടൽ മത്സരം നടത്തുകയാണ്. എല്ലാം നടക്കുമോ? വിശക്കുന്നു ഉണ്ടോ? ഓക്കെ, ഞാനേ കോഴിക്ക് തീറ്റ കൊടുത്തിട്ട് വരാം. കോഴി നിങ്ങൾ ചുട്ടുക്കും. ഡേ മുട്ട ഉറക്കണ്ട, പറ്റിച്ചെടു. ഒരു പാത്രം ഇടും മുട്ട ഉറക്കാൻ. എടുത്ത ഗായ്സ്, നമുക്ക് താണ്ടേ മുട്ട വറക്കാൻ പോകും. ഡേ മാറടേ, എന്ത് വാടേ വഴി മാറടേ. മുണ്ടയ്ക്ക ശേഖരന്മാരെ വഴി കയറി നിൽക്കും എല്ലാം കൂടെ. മറി ഓടിയടി ഓടിണ്ടേ ഓടിയടേ. എത്ര മുട്ട കിട്ടുമോ എന്തോ. രാവിലെ ഇട്ടിട്ട് വരുന്നേ ഉള്ളൂ. എന്നാലും നമുക്ക് രാവിലെ മുട്ടക്കറിയൊക്കെ ഉള്ള മുട്ട എന്തായാലും ഉമ്മാരുണ്ടാവും. ഇതിനകത്തുണ്ടാവും ഉറപ്പാണ്. നമുക്ക് നോക്കാം. മാറണ്ടേ, കാടമുട്ട അവിടെ ഇവിടെയൊക്കെ കാണും. ചവിട്ടിക്കഴിഞ്ഞാൽ ഇവിടൊക്കെയെന്ന് പറഞ്ഞ് പൊട്ടിപ്പോവും. എവിടൊക്കെയാ മുട്ടയൊക്കെ ഇട്ടേക്കുന്നത്? ആരൊക്കെയാ എവിടെയൊക്കെ എങ്ങനെയൊക്കെ ആർക്കറിയാം. തൂ ചരിച്ചൊക്കെ ഇട്ടേക്കുന്നത്. മാറ് മാറ് മാറ്. മുട്ടയിടുന്ന സമയമായില്ല. എന്നാലും ഞാൻ നമുക്കൊരു 5 മുട്ട കിട്ടിക്കഴിഞ്ഞാൽ 5 പേരുണ്ട്. 3 മുട്ട ആയുള്ളേ. 3 മുട്ടയുള്ളൂ. മുട്ട ഇട്ടില്ലേ ആരും? അല്ല ഗായ്സ്, നിങ്ങൾ എന്തുകൊണ്ടാണ് മുട്ട ഇടാത്തേ? 3 മുട്ട എനിക്ക് കിട്ടിയുള്ളല്ലോ. 10 മണി ആവിടെ മുട്ടയൊക്കെ ഇടാം. ഇപ്പോൾ രാവിലെ അല്ലേ, കൊച്ചു വെളുപ്പം രാവിലെ ഒന്നും ഇവരൊക്കെ മുട്ട ഇടത്തില്ല. ബാക്കി ഫ്രിഡ്ജിൽ കാണും, നമുക്ക് നോക്കാം. ചെയ്യാം. ഇനിയിപ്പോൾ കാടമുട്ട നോക്കണം. കാടമുട്ട ഒരെണ്ണം കിട്ടി. നല്ല എവിടെയൊക്കെ കാണും, നോക്കാം. ഈ കാടക്കോഴികളെ നിങ്ങൾ എവിടേക്കാണ് മുട്ടയിടുന്നത്? മാറണേ മാറണേ. അരക്കിലൊക്കെ കയറുന്നത് എന്തിനാ? കാടക്കോഴിയുടെ സ്ഥലമല്ലേ. മാറ കാടക്കോഴി ഇടിയുന്നിടത്ത് എല്ലാം കയറി അവിടത്തേക്ക്. ഒരു മുട്ട ഇട്ട് നിൻ്റെയാണോ അത്? താങ്ക് യു. ഒരു മുട്ട ഇട്ട് കേട്ടോ. എൻ്റെ ഗ്യാപ്പിലതേ നമ്മൾ മീൻ മേടിക്കാനായിട്ട് പോകണം. ചേട്ടൻ വന്നു, നമുക്ക് മീൻ മേടിക്കാം. അപ്പം എന്തി നമുക്കിന്ന് നല്ല നെയ്ച്ചാള കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് ഒരെണ്ണം നമുക്ക് അലിഗേറ്റർകാരന് കൊടുക്കാം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ലൊരു വലിയ ചാള എടുത്തിട്ടുണ്ട്. നിനക്ക് രാവിലെ തന്ന്. ഇത് നിൻ്റെ കല്ല നമ്മുടെ ചെറുക്കൻ. യെസ് ഗായ്സ്, നമ്മുടെ അലിബായി ഇപ്പോൾ വന്ന് ചാള എടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒന്നും അവനെ കാണുന്നില്ല. നമുക്കൊന്ന് തട്ടാം. ഇപ്പം വരും. എവിടെ ഉണ്ടെങ്കിലും അവൻ പറന്ന് തിരിക്കും. അലിബായി എന്തിയടേ ചെറുക്ക? ബാട 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 പറന്ന് വരണ്ടേ? ഇവിടെ ഒന്നും ഇല്ലയോ? അലിമോനെ, ഒരു കമ്പുണ്ട്. കമ്പിട്ട് തട്ടി ചിലപ്പോൾ വരും. അങ്ങാണ് പോയി കിടക്കുമായിരിക്കും കേട്ടോ. ബാ 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 ബാ. ഇവിടെ എനിക്ക് ഫുഡ് വേണമെങ്കിൽ വാ. വരുന്നു. താണ്ട ഇപ്പം അടിക്കുന്ന നേരം നോക്കണം. കണ്ട? ഓക്കെ. അയ്യോ, അടിച്ചില്ലടാ.
ഞാൻ തന്നെ കണ്ടുപിടിച്ചിട്ട് എന്ത് വേണേ കഴിക്കാനല്ലേ തന്നേ എന്താ കുത്തി അതിൻ്റെ ഇടയ്ക്ക് കൂടെ ആശാന്തേ കഴിക്കാതെ പോയേക്കുവാണ് എന്തോന്ന് അറിയത്തില്ല. ഇന്നലെ മഴയായതുകൊണ്ട് ചിലപ്പം വല്ല മാക്രിയൊക്കെ എടുത്തിട്ട് ചാടിക്കാണും. അങ്ങനെ ഉണ്ടെങ്കിൽ ആശാൻ അതിനെ അടിച്ച് കാണും കേട്ടോ. അതാണ് സംഭവം. എന്തായാലും പുള്ളിക്കാരൻ്റെ മീനാണ് ആ വെളുത്ത് കാണുന്നത്. പുള്ളിക്കാരൻ അതിൻ്റെ അടുത്ത് നിൽപ്പുണ്ട്, പക്ഷേ ഇതുവരെ അടിച്ചിട്ടില്ല. കണ്ടോ തലയൊക്കെ ഇട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. എന്തോന്നറിയാൻ വയ്യ. എന്തായാലും നമുക്ക് നമ്മുടെ പാടം നോക്കിപ്പോൾ ഇവരെ നോക്കിക്കൊണ്ടെന്നാലേ നമ്മുടെ സമയം പോകും. അതേ കോഴിക്കുള്ള ചിലപ്പോൾ കോഴിക്കുള്ള തീറ്റ കൊടുക്കുന്ന സമയമായി. കോഴിക്ക് തീറ്റ കൂടെ കൊടുത്താൽ നമ്മുടെ ഇവിടെ പണിയെടുക്കും. എന്നിട്ട് വേണം ഒന്ന് കുളിക്കാൻ. പിന്നെ വീഡിയോ എടുപ്പ് പുറത്ത് പോക്ക് ചെല്ലു നിങ്ങൾക്കുള്ള ആഹാരം വന്നു. മൊഹമൊക്കെ വല്ലായിരിക്കുന്നു. ക്ഷീണമാണ്. ക്ഷീണമായി തുടങ്ങി. അത് കുറച്ചാളായി. പക്ഷെ ഇന്നലെ തൊട്ട് നല്ല തലവേദന ഉണ്ട്. അതിന്റെ ഒരു റെസ്റ്റ് എടു. നീ അതിഞ്ഞെടു. ഞാൻ റെസ്റ്റ് എടുത്തു. ഞാൻ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഞാൻ അതിഞ്ഞെടു. കോഴിക്ക് കിണ്ണി കിണ്ണി കിണ്ണി. താങ്ക് യു. ബൈ. പൂവുകൾക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് നെല്ല് എടുത്തിട്ടുണ്ട് കേട്ടോ. നെല്ലാണ് നമ്മൾ പ്രാവ് കൊടുക്കുന്നത്. കുറച്ച് ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വരുമോ നോക്കട്ടെ. ഞാൻ സാധാരണ അകത്താണ് കൊടുക്കുന്നത്. അവർ വരുമോ ഇല്ലയോ നമുക്ക് നോക്കാം. ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇറങ്ങുന്നുണ്ട്. പക്ഷേ നമ്മുടെ കോഴികൾ അവരെ ഓടിച്ച് കളഞ്ഞു കേട്ടോ. കണ്ടോ ആ ഓടിച്ച കോഴിയെ നമ്മുടെ ഗിരിക്കോഴി ഓടിക്കുന്നുണ്ടോ. പ്രാവുകളെ ആരെയും തന്നെ അവർ താഴെ ഇറക്കുന്നില്ല. പക്ഷേ എങ്ങനെയെങ്കിലും പ്രാവുകൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് മേളിൽ വന്നിരിക്കുകയാണ്. നമുക്ക് നോക്കാം. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. എന്തായാലും പ്രാവുകളെ ഇറക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് അകത്ത് കൊടുക്കാം. ഇവരെല്ലാം അന്നേരം അകത്ത് വരും. എന്ത് പാടിയാ പ്രാവുകൾ കഴിക്കാനല്ലേ ഇവിടെ? നിങ്ങൾ എന്തുവരെ സമ്മതിക്കാത്തേ? ഇത് ദുഷ്ടത്തിലാണ്. നിങ്ങൾ ദുഷ്ടകളാണല്ലേ. പ്രാവുകളെ എല്ലാവരും അകത്തോ. നെല്ല് ഓടി ഓടി ഓടി. കുറച്ച് നെല്ല് നമുക്ക് കോഴിക്ക് വന്നിട്ട് കൊടുക്കാവേ. ചുമ്മാ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അവർ വന്ന് ഇങ്ങനെ പറക്കി തിന്നോളൂ. ബാ 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 കണ്ടോ. അതാകുമ്പോൾ അവർക്ക് ഇങ്ങനെ ചെതഞ്ഞ് ഇങ്ങനെ തിന്നാൻ പറ്റും. കണ്ടോ. ഓക്കെ. വല്ലപ്പോഴും നമ്മൾ നെല്ല് കൊടുക്കണം. എപ്പോഴും റെഡിമെയ്ഡ് ഫുഡ് അല്ലാതെ നെല്ല്, അരി, ഗോതമ്പ് ഒക്കെ കൊടുക്കണം. അപ്പോൾ ഇന്ന് നെല്ലാണ് നമ്മുടെ പ്രാവിന് നമുക്ക് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പ്രാവുകൾക്കെല്ലാം നമ്മൾ നെല്ല് കൊടുത്തു. അവരെല്ലാവരും വന്ന് തിന്നുവാണ്. അതിൻ്റെ ഇടയ്ക്കൂടെ ഫ്ലൈൻ ഡക്കും പോയിട്ട് അത് എന്തോ നോക്കുകയാണ്. അവരിതുവരെ കണ്ടിട്ട് പോലുമില്ല. നമ്മളെപ്പോഴും ഗ്രോവറാട്ടോ അവർക്ക് കൊടുക്കുന്നത്. അതുകൊണ്ടാണ്. പക്ഷേ അവരുടെ അമ്മയായിട്ടുള്ള മോളിക്ക് അതറിയാം. അതുകൊണ്ട് മോളി വന്ന് നെല്ല് തിന്നുന്നുണ്ട് കേട്ടോ. മോളി തിന്നുന്ന കണ്ടപ്പോൾ ഈ കുഞ്ഞുങ്ങളോട് വന്ന് തിന്നുന്നുണ്ട്. പ്രാവുകളും തിന്നുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം ഹാപ്പി. നമ്മുടെ കാടക്കോഴി തിന്നില്ലെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും അവർ തിന്നട്ടെ. അപ്പോൾ അതോടുകൂടി കോഴിക്കോട്ടിലെ നമ്മുടെ കലാപരിപാടി അവസാനിക്കുകയാണ്. നമുക്കിനി പുറത്തിറങ്ങാം. ഇവരിപ്പോഴും അടയ്ക്കത്തില്ല കേട്ടോ. ഇവർ പോച്ചയൊക്കെ തിന്നിട്ട് അവർക്കെല്ലാം ഫുഡും വെള്ളവും എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. അവർ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അടയ്ക്കത്തില്ല. അപ്പോഴത്തേക്ക് ഇവർ ഇവിടെ എല്ലാം നടന്ന് കുത്തിപ്പറക്കി എന്തെങ്കിലുമൊക്കെ തിന്നും കേട്ടോ. അങ്ങനെ എന്തായാലും ഗായ്സ് നമ്മുടെ രാവിലത്തെ പരിപാടികളെല്ലാം തന്നെ കഴിഞ്ഞു. അവർക്കെല്ലാം ഫുഡും കൊടുത്തു, പ്രാവിനും കൊടുത്തു, കോഴിക്കും കൊടുത്തു. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ പട്ടിക്കൂട് എല്ലാം കഴുകി വൃത്തിയാക്കി. ഇനി നമുക്കൊന്ന് കുളിക്കണം. കുളിച്ചിട്ട് വല്ലതും കഴിക്കണം. അപ്പോൾ ഞാൻ പോയൊന്ന് കുളിച്ചേച്ച് വരാം. അതിന് മുമ്പ് നമുക്ക് കുറച്ച് ഡ്രസ്സൊക്കെ വാഷിംഗ് മെഷീൻ എത്രയുണ്ട്. ഹേയ് പിള്ളേരൊക്കെ നടന്നു തുടങ്ങിയണ്ടോ. ഭയങ്കര രസമല്ലേ കാണാൻ. എൻജോയ് കണ്ണിൽ അയക്കെടുത്ത് കളയാണ്ട് കൊച്ചിൻ്റെ ഇതുണ്ടോ. ഈ സുന്ദരനെ കണ്ടോ. സുന്ദരനെ ലുക്ക് നോക്കി. ഹലോ ഇങ്ങോട്ട് നോക്ക്. എടാ ഇങ്ങോട്ട് നോക്കടാ. ഇത് സുന്ദരനെ നോക്കി. അക്കരെ കുഞ്ഞ റൂബി ഫുഡ് കഴിക്കുമെന്നോ. ഞാൻ കൊച്ചുങ്ങളെയൊക്കെ ഇട്ടിട്ടുണ്ടോ. അപ്പോൾ വാഷിംഗ് മെഷീൻ അത് തുണിയെ വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പണി ഞാൻ കഴിഞ്ഞേ ഭഗവാനി. എനിക്ക് കിടപ്പുണ്ട് കണ്ടോ. EJF ടെറിട്ടറി എന്ന് പറഞ്ഞാൽ നമുക്ക് എൻ്റെ ടെറിട്ടറി കേട്ടോ. അതല്ല കണ്ടോ. എന്നിട്ട് ആ മരമൊക്കെ കിളിച്ച് നല്ല തളലാവണമെന്നൊക്കെയാണ് നമ്മുടെ ആഗ്രഹം. പിന്നെ നമ്മുടെ ഈ കോഴികളെല്ലാം കൂടെ 24 hours പീരി പിരിച്ച് നിൽപ്പുണ്ട്. ഒരാളെ ഇടയ്ക്ക് കൂട്ടുന്നുണ്ട്. നേരത്തെ ഫുഡ് അടിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ടെറിട്ടറി. എങ്ങനെയുണ്ട്? പൊളിയല്ലേ. നമ്മുടെ രാജക്കിട്ട സ്ഥലമാണത്. കണ്ട ഫുൾ ടെറിട്ടറിയാണ് നമ്മുടെ. കണ്ടോ അടിപൊളി മഴ പെയ്യുന്നുണ്ട് അതിനിടയ്ക്ക്. കണ്ടോ നല്ല മഴയാണ്. അവന്മാരെല്ലാം അതിൻ്റെ അടിയിൽ കയറി. താറാക്കന്മാർ ഫുൾ. അതായത് നമ്മുടെ ആ ഗൂസ് എല്ലാം നിന്ന് നനയാണ്. പിന്നെ കുറേ ടീമിൽ അവിടെയൊക്കെ നിന്ന് നനയുന്നുണ്ട്. എല്ലാവരും മഴ ആസ്വദിക്കുവാണോ അതോ അഹങ്കരിക്കുവാണോ എന്ന് അറിയില്ല. ഒരാൾ കോടിയൊക്കെ പോകുന്നുണ്ട്. എന്തുവാണെന്ന് അറിയാം. ഒരു പിടുത്തമില്ല കേട്ടോ. പക്ഷേ നല്ല മഴയാണ്. അപ്പോൾ ഗായ്സ് രാവിലെ കഴിക്കാൻ നമ്മുടെ കരിഞ്ഞപ്പമുണ്ട്. പിന്നെ ചുമ്മാ പറഞ്ഞ കരിഞ്ഞല്ല, ഇതൊരു കളറായതേ ഉള്ളൂ. പിന്നെ അവിടെ മുട്ടക്കറി ഉണ്ടാക്കിയിട്ടുണ്ട്. മീനു സാധാരണ മുട്ടക്കറിക്കകത്ത മുട്ട ഇട്ടുണ്ട്. ഇതല്ലാതാണ് 2 കാടമുട്ട, ഒരു അല്ലാത്ത മുട്ട. ഇതാണ് നമ്മുടെ രാവിലത്തെ പ്രഭാത ഭക്ഷണം. ഈ ഒരു എനിക്ക് നാളെ നോക്കൂ. ചക്ക അടക്കുന്ന കഥ പറഞ്ഞ കളിയിനകത്തൊക്കെ ചക്കയാണ് അവിടുത്തെ പ്രാധാന്യം. അപ്പൊ ഞാൻ എന്തായാലും കഴിച്ചിട്ട് വരാം. ഓക്കെ. അപ്പൊ ഗായ്സ് ദേ ഞാൻ മുണ്ടൊക്കെ കൊടുത്തു. നമ്മുടെ ചെറുക്കനെയൊന്നും എടുക്കുന്നില്ല. അവൻ അവിടെ കിടന്നോട്ടെ. നമുക്ക് ഇവിടെ അമ്മൂമ്മ ഇവിടെ നിൽക്കുന്നേ. നമുക്ക് നമ്മുടെ ഇന്നത്തെ ഏത് വണ്ടി എടുക്കണം? സ്കൂട്ടി എടുക്കണോ ബുള്ളറ്റ് എടുക്കണോ? അമ്മൂമ്മയ്ക്ക് ഏത് വണ്ടിയിലാണ് വരുന്നേ? പോയി. അപ്പോൾ നമുക്ക് ബുള്ളറ്റ് എടുക്കാം. അമ്മൂമ്മ കൊച്ചച്ഛൻ അങ്ങോട്ട് പോകുന്നുണ്ട്. അതിനുശേഷം എനിക്ക് ബാങ്കിലൊന്ന് പോകണം.
പോയിട്ട് അവിടെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പം അതെല്ലാം ഉള്ള അത് തന്നെ ഇനിയിപ്പോൾ അങ്ങനെയുള്ള പരിപാടി ആയിട്ടാണ്. അപ്പം ഞാൻ അമ്മൂമ്മയെ ആക്കിയിട്ട് അമ്മ വരുന്നുണ്ടെങ്കിൽ അമ്മ വരുന്നു പറഞ്ഞാൽ കൊച്ചിൻ്റെ അവിടെ പോകണം എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അമ്മ അവിടെ നിന്ന് ആക്കണം, എന്നിട്ട് ബാങ്കിൽ ഒന്ന് പോകണം. അപ്പോൾ ഞാൻ പോയച്ചു. നമ്മൾ നെടുവങ്കാവിൽ ബാങ്കിലാണ് വന്നത്. കുറച്ച് പൈസ ഇടാനെടുക്കാനൊക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞു. കുറച്ച് സാധനം മേടിക്കണം, എന്നിട്ട് നേരെ വീട്ടിലോട്ട്. കാരണം ഇന്ന് ഞാൻ എൻ്റെ ചെടിത്തോട്ടം മൊത്തം ഒന്ന് വൃത്തിയാക്കാൻ തീരുമാനിച്ചു. അപ്പം അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. അപ്പം ഇന്നാലും നേരെ വീട്ടിലോട്ട് പോകണം. ഞാൻ അതിലേക്കാണ് ആരെങ്കിലും കാണുമില്ല എന്നുള്ളത് നോക്കാം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ കലാപരിപാടിയെല്ലാം കഴിഞ്ഞു. നമ്മളിത് വീടെത്താറായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, രാജ ഈ സമയത്ത് തണലത്ത് കയറി കാണും. രാജേന്തി യെസ്, രാജ നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ? അതുകൊണ്ട് തണലത്ത് കയറി പോകണ്ടവൻ. അപ്പോൾ അതാണ് രാജ. അപ്പം നമ്മൾ വീട്ടിൽ എത്തി. ഇനി നമുക്ക് അത്യാവശ്യമായിട്ട് കൊല്ലം വരെ ഓഫീസൊന്നും പോകേണ്ട ഒരു ആവശ്യമുണ്ട്. കൊല്ലം വരെ ഒന്ന് പോയേ പറ്റൂ. അപ്പം ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് ഓഫീസിൽ പോകുന്ന രീതിയിൽ ഒരു പാൻറ്റോ ടീഷർട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ നേരെ കൊല്ലം പോകുമ്പോൾ. അപ്പോൾ ഞങ്ങൾ കണ്ണാടി കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കൊല്ലം പോവുകയാണ്. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ കൂടെ ബൈക്കിലെല്ലാം ഇറങ്ങാനുള്ള പ്ലാനാണ്. എൻ്റെ പേര് കൃഷ്ണദാസ് എന്നാണ്, നമ്മുടെ ഒറ്റ ചങ്ങാതിയാണ്. അപ്പം ഞങ്ങൾ പൊക്കോണ്ടിരിക്കും. ഞാൻ ഡ്രസ്സ് മാറ്റൊന്നുമില്ല കേട്ടോ, അതേ ഡ്രസ്സ് തന്നെ, പാൻറ്റൊന്ന് മാറിയെന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അവിടെ ചെന്നിട്ട് ഉള്ള കലാപരിപാടികൾ പിന്നെ ഇനി ഞാനും കൂടെ RP മാളിൽ ചെറിയൊരു കറക്കവും കാര്യങ്ങളായിട്ട് ഇങ്ങനെ വരും കേട്ടോ. ഇനി ഇവിടെ കുറച്ചു നേരം കറങ്ങിയിട്ട് വേണം പോയാൽ. ഹായ് ഹലോ, ഇന്ന് ഒരു ചെറിയൊരു സർപ്രൈസാണ്. വേറൊന്നുമല്ല, നമ്മളൊരു ഫോട്ടോ ഒക്കെ ഫ്രെയിം ചെയ്തു. ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും. അപ്പം ഞാനാണെങ്കിൽ ബാങ്കിൽ ഒരു പ്രോഗ്രാമിന് വേണ്ടി പോയതാണ്. അപ്പോൾ അവിടെ എപ്പോഴും ഓരോരോ പരിപാടി ഉണ്ട്. ഒരു ഗിഫ്റ്റ് കിട്ടുന്ന രീതിയിൽ മീനും ഇത് പൊട്ടിക്കാൻ പോകണം. അവളുടെ എക്സ്പ്രഷൻ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. എന്താ പറയുക, നമുക്കെന്തായാലും അവൾക്ക് കൊടുക്കുമ്പം എങ്ങനെയാണ് അവളുടെ ഒരു രീതി നോക്കാം. അപ്പോൾ ഗായ്സ് താണ്ടെ ഈ ഒരു സാധനം കണ്ടു. ഇതാണ് നമ്മൾ ബാങ്കിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞേക്കുന്നത്. പിന്നെ അവിടെ നിന്ന് ചെടിഞ്ഞ് അടിച്ച് മാറ്റിയാണ് ഉള്ളത്. ഇനി രക്ഷപ്പെടുത്തി എടുക്കണം, അത് വേറെ. അപ്പം പുള്ളിക്കാരിയെ തുറക്കുമ്പോൾ ഉള്ള ഒരു എക്സ്പ്രഷൻ, അതാണ് നമുക്ക് വേണ്ടത്. ഇവിടെല്ലാം കരങ്ങളെയും പെട്ടത് ഒരു വീടുണ്ട്. വീട് വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി. അതെ, ബാങ്കിൽ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞില്ലായിരുന്നു. നിനക്കൊന്നും അല്ല, എനിക്കതിൽ എന്തോന്ന് ക്രിസ്മസ് ഫ്രണ്ട് പോലെ എന്തൊക്കെ പരിപാടി ഉണ്ടായിരുന്നു. എന്തോ ആയിക്കോട്ടെ, ഇങ്ങനെ പിടിക്കില്ലേ, ഇവിടെ ഒട്ടല്ലേ വാ. എന്ത് ഫ്രെയിം ആയാലും പൊട്ടിക്കാം. പൊട്ടിച്ചോ, ഇവിടെ തിരിക്കല് ചെവിടാണ് പൊടിക്കുന്നത്. ഓക്കെ, വെരി ഗുഡ്. ഒരിക്കലും പ്രതീക്ഷയില്ല എന്തായാലും. ബാങ്കുകാർ നമുക്കൊന്ന് ഭയങ്കര പരിപാടിയാണ്. ഞാൻ കണ്ടിട്ടായിരിക്കും ചോടി വീടിക്ക് മുമ്പേ കാണിച്ചതാണ്. എപ്പടി? അയ്യോ 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 അയ്യോ. ഈ ക്യാമറ തിരിക്കാനൊക്കെ സമയം എടുക്കും. ഏണ്ടേ ഏണ്ടേ അല്ല ഇഷ്ടപ്പെട്ടു. അതല്ല, എങ്ങനെയുണ്ട് സംഭവം? അപ്പൊ ഗായ്സ് നമ്മുടെ സംഭവം ഒക്കെ ആയി. ഒരു സർപ്രൈസ് കൊടുക്കാൻ പറ്റി, പൊളി. അപ്പൊ ഗായ്സ് പുള്ളിക്കാരി ഹാപ്പി, ഞാനും ഹാപ്പി. ചുമ്മാ ഒരു തമാശ, ഞാനായിട്ടാണ് ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യുന്നത്. താങ്ക് യു. അപ്പം വേറൊന്നുമില്ല, ബൈ. ഇഷ്ടപ്പെട്ടാ? അയ്യോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ അറിഞ്ഞില്ല. എന്നോട് പറഞ്ഞത് ക്രിസ്മസ് അല്ല ക്രിസ്മസ് ഷോ അല്ല, വിളിച്ചപ്പോ എന്നോട് പറഞ്ഞത് ബാങ്കിൽ എന്തോ പരിപാടി ഉണ്ട്, അതിനെന്തോ ഇത് പോണം, എന്തോ മത്സരം ഉണ്ടായിരുന്നു, അതിന് എന്തോ കിട്ടിയെന്നൊക്കെ പറഞ്ഞു. അയ്യോ, പക്ഷെ ഇത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ എത്ര നേരമായിട്ട് കിടന്ന് വിളിക്കുക, എന്താ വരാത്ത? 1 മിനിറ്റും 30 സെക്കൻഡേ ഉള്ളൂ ഇൻസ്റ്റയിൽ. ബാക്കി യൂട്യൂബിൽ കണ്ടോ. അപ്പോൾ ഗൈസ് സർപ്രൈസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇതാണ്ടെ ഞാൻ ഫുഡ് അടിക്കുവാണ്. എൻ്റെ ഇടയ്ക്ക് മൊബൈൽ ചാർജ് കുറവായിരുന്നു, അതുകൊണ്ടാണ് എടുക്കാഞ്ഞത്. ഇപ്പോൾ കൊണ്ട് കുത്തിയിട്ടെ എനിക്കൊരു കുറച്ച് ഇറങ്ങി മയങ്ങണം, എന്നിട്ട് നമുക്ക് ബാക്കി പഴയ പോലെ ഡെയിലി മൈ ലൈഫിൻ്റെ പരിപാടി തുടങ്ങും. അപ്പോൾ ഗൈസ് നമ്മൾ ഡ്രസ്സെല്ലാം മാറി. ഇനിയിപ്പം നമ്മുടെ ഡോഗ്സിനെല്ലാം ഫുഡ് കൊടുക്കണം. നമ്മുടെ റോക്കി ഉണ്ട്. അപ്പോഴാണ് മീന് പറഞ്ഞത് നമ്മൾ കുറച്ച് ഫ്രണ്ട്സോ ടീമുകളോ ഒക്കെ വന്നിട്ട്, അതായത് നമ്മുടെ റിലേറ്റീവ്സൊക്കെ വന്നിട്ടുണ്ടെന്ന്.
അപ്പോൾ ജസ്റ്റ് അവരുടെ ഇവിടെ നിന്ന് പോവാണ്. നമ്മുടെ കൂടെ ചിലപ്പോൾ റോക്കി ഉണ്ടാകും കേട്ടോ. യെസ് ഗായ്സ്, അവരെ നമ്മൾ കണ്ടു. അവരുടെ വീഡിയോ എടുപ്പോ സൗന്ദര്യം ആത്മകമോ സന്തോഷങ്ങളോ ഒക്കെ എന്തൊക്കെ പരിപാടിയാണ് നമുക്ക് നോക്കാം. എന്ത് പരിപാടി? കാടോ? ഇതെന്ത് ഫോറസ്റ്റോ? അതെന്ത് പടി? ആ എക്സ്പ്രഷൻ നോട്ടെ. വാവ്, അടുത്ത എക്സ്പ്രഷൻ എന്ത്? ഇതൊക്കെ എക്സ്പ്രഷൻ്റെ ബഹളാവുന്നില്ലേ? അപ്പോൾ എന്താ ഒരു ഇതുമില്ലാത്ത? നിനക്കറിയാവോ? എന്നിട്ട് കാണിക്ക്. ഈ അപ്പൂനെ അറിയാവുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. എവിടെ പോവാ? മതി, ഇത്ര മതി. താങ്ക്സ്. അങ്ങനെ ഗായ്സ്, ഇച്ചിരി ചൂടുണ്ട്. നമ്മൾ നല്ല ചാളയൊക്കെ ഒരു അപ്പോൾ ഗായ്സ് കുറച്ച് ചൂടുണ്ട്. നമ്മൾ ചാളയും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് പിന്നെ ഒരു 4-5 മുട്ടയൊക്കെ ഇട്ട് നമ്മുടെ ഡോഗ്സിനുള്ള ഫുഡൊക്കെ റെഡിയാക്കുകയാണ്. അപ്പോൾ ചൂടൊന്നാറ് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം. ഞമ്മക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ പണിയാൻ തീരും കേട്ടോ. ഇതാണ് കേട്ടോ നമ്മളിങ്ങനെയാണ് ഫുഡ് കൊടുക്കുന്നത്. പെഡിഗ്രി കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതുപോലെ ചിക്കൻ്റെ കാല് കിട്ടും, അല്ലെങ്കിൽ ഇതുപോലെ പിന്നെ ഭയങ്കര കുറേ ആണോ വിശക്കുന്നോ? റെഡിയോ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. റോക്കിയുടെ നോട്ടം നോക്ക്. ഐശ്വര്യ ലേറ്റ് ആയോണ്ട്. അല്ല, അമ്മ ഉണ്ടെങ്കിൽ കൊടുത്തേനെ. അമ്മയില്ലല്ലോ. അമ്മയില്ല. ഇത് നമ്മുടെ ടോമിയുടെ ഫുഡാണ്. എനിക്ക് മേക്കാൻ പാടല്ലയോ? നിനക്ക് അറിയത്തില്ലല്ലോ, പിന്നെ പറഞ്ഞ കാര്യമില്ല. അറിയത്തില്ലെന്നല്ല, എനിക്ക് എങ്ങും പോകാൻ പറ്റാത്ത കാരണം ഇവന്മാരെ നോക്കാൻ ആരുമില്ല. അറിയത്തില്ലെന്നല്ല. നമ്മുടെ ടോമിയുടെ ഫുഡ്. അമ്മ ഉണ്ടെങ്കിൽ നമുക്കൊന്നും അറിയണ്ട. ഇഷ്ടം അമ്മ നോക്കും. ടോമിന്ന് റോക്കി പോ, കൂട്ടി കയറ്. അമ്മയെ അവന് മറന്നു പോയിരുന്നു. ചാടി കയറുവാൻ ഞാൻ കൊടുക്കാനേ ഇല്ല. ഞാൻ വന്നതിന് ശേഷം നീ കൊടുക്കാൻ ഒരു അവസരം കിട്ടിയിട്ടില്ല. എല്ലാവരുടെ ശരീരത്തിനകത്ത് എപ്പോഴും നല്ല പ്രോട്ടീൻ ഫുഡ് കൊടുക്കണം. പിന്നെ നിങ്ങളുടെ വീട്ടിൽ ഡോഗ്സ് ഉണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. നിങ്ങൾ എത്ര നേരമാണ് ഫുഡ് കൊടുക്കുന്നത്? ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം, ഇല്ലെങ്കിൽ കമന്റ് ചെയ്യാം. ബേസൻ തള്ളി തറയിട്ട് അമ്മ എന്തായാലും വീഡിയോ കാണും. അമ്മ പറയും എന്റെ ബേസൻ തട്ടി കളഞ്ഞു. രണ്ടും കഴിച്ചോ. നമ്മുടെ മത്സരങ്ങളും പലതും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് കൂടെ എല്ലാവരും പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊച്ചുനാണ്ട് അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കൊച്ചുനാണ്ട ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദിമോൻ, അവന്റെ മാമനാണ് ഞാൻ. ഇതെന്റെ പെങ്ങളാണ്. പെങ്ങളുടെ പെങ്ങളാണ്. ഇതെന്റെ പെങ്ങളോട് പെങ്ങളാണ്. ഇതെന്റെ കെട്ടിയോടാണ്. ഇതെന്റെ പിള്ളേരാണ്. നമ്മളെല്ലാം ഒന്നാണ്. ഹായ് ഹലോ ഹായ് ഹലോ ഇരുന്നില്ലയോ? ഓടിന്റെ പുറത്തൊക്കെ ഒരാൾ ഇപ്പോൾ ഉണ്ട് കേട്ടോ. ഭയങ്കര രസമല്ലേ? അപ്പം മച്ചന്മാരെ ഇതേ വൈകിട്ടായി. നമ്മൾ കാളക്കൂട്ടിനുള്ള വെള്ളം സെറ്റാക്കുവാണ്. ഇനി കോഴിയുടെ കാര്യം നോക്കാം. അങ്ങനെ കുറേ പണിയുണ്ട്. ഇച്ചിരി കിടന്നായിരുന്നേ. അപ്പോൾ നാട്ടെ അവിടെ വെള്ളരിപ്പുണ്ട്, അതിനകത്ത് തവിടുണ്ട്. അതുകൊണ്ട് നമ്മുടെ കോഴിക്കുട്ടന്മാരെയൊക്കെ കയറ്റണം. അവരൊക്കെ എന്തൊക്കെയോ കഴിക്കുവാണ്. പിള്ളേരെങ്ങാണ്ട് ചോറോ എന്തൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ. അപ്പം ഞാൻ എന്തായാലും പോയി കാള അയച്ചുകൊണ്ട് വരാം. പറയാം എന്ത് രസമല്ലേ ആ വൈകിട്ടത്ത് ഉള്ള ആ ഒരു ഫാമിലി എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ ചായയൊക്കെ കുടിച്ച് ഇത് രാജമഞ്ഞി ഇതെന്തോടാ പാറുകരിയാണ് ഞണ്ടിയാന്നോ? അങ്ങനെ അച്ചപ്പും കേക്കും പിന്നെ നമ്മുടെ നിങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ പറഞ്ഞ പേര് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എല്ലാവരും കൂടെ അടിച്ച് പൊടിച്ച് ഹാപ്പി ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഞാൻ പോയി കാള കഴിക്കാം. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഈ കടന്തൽ പല രീതിയിലുണ്ട്. കുത്തുമ്പ് ചത്തു എന്നല്ലേ അറക്കടന്തൽ എന്ന് കേട്ടിട്ടുണ്ടോ? ജസ്റ്റ് ഈ സാധനം കാണിച്ചു. ഇതാണ് അറക്കടന്തൽ. നോക്കിക്കോണേ, ഫോക്കസ് ആവുന്നുമില്ല. യെസ് ഇതിനെ കണ്ടിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം ലോങ് വീഡിയോ ആണ് നമ്മുടെ. അതുകൊണ്ട് തന്നെ ഇതാണ് കേട്ടോ അറക്കടന്തൽ. ഫോക്കസ് കണ്ട അതിനിടയ്ക്ക് കുറച്ച് തേനീച്ചയുണ്ട്. ഇതാണ് അറക്കടന്തൽ. ഇവൻ വേറെ ഒന്നിനുമല്ല, ഈ തേൻ കുടിക്കാൻ പറ്റുന്നൊന്നുമല്ല, തേനീച്ചയെ പിടിക്കാൻ വേണ്ടി വരുന്നുണ്ടോ. ഇതാണ് അറക്കടന്തലുണ്ടോ. ഹലോ. പിന്നെ ഇവരങ്ങനെ ഒന്നും അറ്റാക്ക് ചെയ്യത്തില്ല. പക്ഷേ ഇവരുടെ കൂട്ടിലെങ്ങാനും പോയി നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ ഇവർ നമ്മളെ അറ്റാക്ക് ചെയ്യും. അതുകൊണ്ട് ഇവരെ കൂട്ടിലൊന്നും പോയി കയറാൻ നോക്കുക കേട്ടോ. നമ്മുടെ കാളയ്ക്കുള്ള കഞ്ഞിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. താണ്ടെ ഒരു പെണ്ണും താണ്ടെ 4 ആണുങ്ങളും കൂടെ പോകുന്നു. കുറേ ടീമൊക്കെ എല്ലാവരും മേളിൽ നിന്ന് ഓടുന്നുണ്ട്. ഇതിനെല്ലാം നമ്മളില്ലെങ്കിൽ ഇവന്മാരെല്ലാം ഫ്രണ്ട് വരും. പോ എന്തുവിടെ പോടേ, ഞാൻ കാളയെ കിട്ടേ.
ഓ അതിൻ്റെയൊക്കെ മേടിക്ക് നോക്കൂലും അവിടെ ഓടിപ്പോണ്ടിരണം ഓരോ നൂല് അവിടെ കിടന്ന് ഇറങ്ങുന്നുണ്ട്. പിന്നെ എല്ലാം ഓടിച്ച് കൂട്ടി കയറ്റുന്ന ഞാൻ വൈകിട്ട് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നമ്മൾ രാവിലെ കൊണ്ട് കെട്ടിയ ആളെ വൈകിട്ട് കൊണ്ടുവരുവാണ്. വയറൊക്കെ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടിരിക്കുകയാണ്. ഇനി വെള്ളം കൊടുക്കണം, ചക്കമടലുണ്ട് അതും കൊടുക്കണം. അതോടുകൂടി നമ്മുടെ രാജയുടെ പരിപാടി തീരും. അപ്പം ഞാൻ ജസ്റ്റ് കഴിക്കാൻ പോവാണേ. അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ കയറ് നടക്കുന്നു. ഒരു നീളമുള്ള കയറ് നമ്മൾ വയലിട്ടേക്കും. തുമ്പഴിച്ചാണ് കൊണ്ടുപോകേണ്ടത്. ഭയങ്കര പുറച്ചിലായിട്ടോ, നടക്കാൻ തന്നെ വലിയ പാടാണ്. വന്നു അത് കാര്യം റെഡി വന്നേ ഉള്ളൂ. ഓക്കെ, വേണ്ട ഈ കെട്ടാണ് നമ്മൾ അഴിക്കണം. ഈ കെട്ട് അഴിക്കണം, എന്നിട്ട് പിന്നെ മൂക്കറ ഇടണം. കുറേ പണി ഞാൻ കാണിച്ചു തരാം. ഞാൻ രാവിലെ കൊണ്ടുവന്ന് തന്നെ വേണ്ടേ മൂക്കേറെ കയറിയിട്ടുണ്ട്. എന്നാലേ വരത്തുള്ളൂ, അല്ലെങ്കിൽ ഇവിടെ കിടന്ന് സമയം കളയേക്കാം. രാമ വലിച്ചാൽ കൂടിഞ്ഞ് വന്നോളൂ. അങ്ങനെ ഇവന് ഇനി വെള്ളം കൊടുക്കണം. പിന്നെ അവിടുന്ന് കൊണ്ടുപോകുന്നത് ഞാൻ കാണിച്ചു തരാം. ചിലപ്പം തിരിഞ്ഞ് നിൽക്കും, ചിലപ്പോൾ അങ്ങ് വരും. എന്തായാലും കണ്ടോ. വാ അങ്ങനെ എന്തായാലും കരയ്ക്കെത്തി. വീഡിയോ എടുക്കുന്നത് അപ്പുവാണ്. എനിക്ക് അപ്പു പോത്തന്നല്ല, എൻ്റെ മാമൻ്റെ മോൻ അപ്പുവാണ്. ഇവനെ കൊണ്ടുപോയി. അല്ലെങ്കിൽ ഉദ്ദേശിച്ചൊന്നുമില്ല, വരത്തില്ല, ഭയങ്കര പാടാണ്. കണ്ടോ അങ്ങനെ കണ്ടോ, മൂക്കേറിലാണ് വലിയ കുഴപ്പമില്ല. എന്തേ വെള്ളമൊക്കെ കൊടുത്തുകൊണ്ട് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവന് കൊടുക്കാനുള്ള ചക്ക മോഡൽ ഇവിടെ റെഡിയാക്കി വെച്ചേക്കാണ്. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം അവനത് കൊടുക്കാൻ. അത്ര നേരം നമുക്ക് നിന്ന് റെസ്റ്റ് എടുക്കാം. മിക്കവാറും തിരി ഇനി ഷോയാണ്. അവിടെ എല്ലാം കുത്തി മറിയാണ് എൻ്റെ സ്വഭാവം. നമ്മൾ നൈസായിട്ട് ബുദ്ധിമുട്ടിക്കാതെ പതുക്കെ. അവിടെ ഇത്രയേ ഉള്ളൂ. എന്തായാലും പെട്ടെന്ന് വന്നു. അപ്പോൾ ഗായ്സ് ആ ഒരു ജോലി കഴിഞ്ഞു. ഇവന് ചക്കമടൽ കൊടുക്കണം. ആണ്ടേ ഞാൻ ഇവിടെ പോയാൽ എൻ്റെ കൂടെ കാണുമാരില്ല. ഇവരെല്ലാം അടയ്ക്കണം. ഇതൊക്കെയാണ് ഇനിയുള്ള പരിപാടി. അപ്പം നാണ്ട ഇതുണ്ടോ, ഇതുപോലെ വലിയ വലിയ ചക്കയുടെ പീസുകളുണ്ട്. ഇതിനെ ഒന്ന് ഇതുപോലെ ചെറുതാക്കണം. അത് കുറച്ച് സമയം എടുക്കും. ഓക്കെ, അപ്പം അതിന് ശേഷം ഞാൻ കൊടുക്കുന്നതിന് മുമ്പ് കാണിച്ചത്. ഞാൻ എന്തായാലും എന്തേ കാളൊക്കെയുള്ള ചക്കമുളഞ്ഞും കൊടുത്തു. അപ്പോൾ അത് കഴിക്കട്ടെ. ഇനിയുള്ള നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോഴികളെല്ലാം അടയ്ക്കണം. അങ്ങോട്ടൊന്ന് പോകാനേ. എന്തായാലും നമ്മുടെ കോഴികളെല്ലാം അടച്ചിട്ടുണ്ട്. പ്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവരെല്ലാം ഓക്കെയാണ്. അവിടെ ഇവിടെ എല്ലാ ടീമുകളും കിടന്ന് ഉറങ്ങുവാണ്. ഇനി ഇവരെല്ലാം നമുക്ക് നാളെ രാവിലെ കാണാം. ഇനി നമ്മുടെ താറാങ്കുട്ടന്മാരെ കൂടെ തരണം. കയറ് 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 എന്തു അവിടെ കയറ് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഗായ്സ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു റൊട്ടി കലാപരിപാടികളെല്ലാം കഴിഞ്ഞു. മീനൂട്ടം താണ്ട് വരുന്നുണ്ട്. ഇനി ഒരു ചെറിയ ജോലിയുണ്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാനിതൊന്ന് എഡിറ്റ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യാൻ വെക്കുവാണ്. മീനൂട്ടം വരുവാണ്. എന്താ പറയാനുള്ളത്? മീനൂട്ടം ഭയങ്കര തലവേദന അറിയോ? അയ്യോ മാറിയില്ല, ഒക്കെ മാറിക്കോളും. അപ്പം ഞാൻ ശരിക്കും വെള്ളം ഒഴിക്കാം. അതിൻ്റെ ചെയ്യാം. അപ്പം ഇന്നത്തെ വിശേഷങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളെ അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. ഇതാണ് ഞങ്ങളുടെ ഒരു ദിവസം കറക്റ്റ്. പിന്നെ കറക്റ്റ് ഇതാണ് ദിവസം. പിന്നെന്താ പറയാ, പുതിയ വിശേഷം മാറ്റി പിടിക്കണം. അത്രേ ഉള്ളൂ. നല്ല കഴിഞ്ഞോ? അപ്പൊ ബൈ ബൈ.